നമസ്കാരം. ബാലയ്ക്കെതിരായ ആരോപണങ്ങൾ തുടർന്ന മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ പതിവിൽ നിന്നും വ്യത്യസ്തമായി കമന്റുകൾക്ക് മറുപടി പറയാതെ ബാല കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് ഏറ്റവും പുതിയ വീഡിയോയിൽ എലിസബത്ത് നടത്തുന്നത്. നേരത്തെ കമന്റുകളിലൂടെ മറ്റ് പലരുമായിരുന്നു ഭീഷണിപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ ആ ആൾ തന്നെ നേരിട്ട ഭീഷണിപ്പെടുത്തലുമായി മുന്നോട്ട് വരികയാണെന്നും എലിസബത്ത് പറയുന്നു. ബാലയുടെ പേരെടുത്തു പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് എലിസബത്തിന്റെ പ്രതികരണം. നീ ഇനി മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറയുമെന്ന ഭീഷണിപ്പെടുത്തൽ കൂടെയുള്ള സമയത്തും പിരിഞ്ഞ സമയത്തും നേരിട്ടുമല്ലാതെയും നടത്തിയിട്ടുണ്ടെന്നും എലിസബത്ത് വ്യക്തമാക്കുന്നു. ഭീഷണിപ്പെടുത്തിയാണ് എന്നെ പല അഭിമുഖങ്ങൾക്കും കൊണ്ടുപോയി ഇരുത്തിയത്. ഒരു സമയത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളെക്കാൾ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇയാളോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇനിയും നാണം കെടുന്നതിൽ എനിക്ക് പേടിയില്ല. റേപ്പ് ചെയ്തു എന്നൊക്കെ ഞാൻ മീഡിയയിൽ വന്നു പറയുന്നു. എന്നിട്ടും ആർക്കും ഒരു വിലയുമില്ല. ഒന്നുമില്ലെങ്കിൽ മറുവശത്ത് നിൽക്കുന്ന ആളെങ്കിലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതല്ലേ? എന്നാൽ അവരും അത് ചെയ്യുന്നില്ല. പകരം നിന്നെ നാണം കെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഫേക്ക് പ്രൊഫൈലുകളിലൂടെയായിരുന്നു ഭീഷണിയെങ്കിൽ ഇപ്പോൾ അത് സ്വന്തം ചാനലിലൂടെയാണ്. കുറച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇട്ടതല്ല, വേറെ വല്ലവരും ഇട്ടതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാമായിരുന്നുവെന്നും പറയുന്ന എലിസബത്ത് തുടർന്ന് ബാല പങ്കുവെച്ച പോസ്റ്റും വായിക്കുന്നുണ്ട്. 5 വർഷം മുൻപ് മരിച്ചുപോയ തൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നു. സ്ത്രീയെ, നിങ്ങളോട് ലജ്ജ തോന്നുന്നു. ആശുപത്രിയിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചവരെല്ലാം ഇപ്പോഴും എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ പാലാരിവട്ടത്തെ ഫ്ലാറ്റിനും എൻ്റെ പണത്തിനും വേണ്ടി എന്നെ സംരക്ഷിച്ചവർ എനിക്കൊപ്പമില്ല. എന്തായാലും അവരോട് എനിക്ക് നന്ദിയുണ്ട്. ഇപ്പോൾ ആരെയാണ് പീഡിപ്പിക്കുന്നത്? നിങ്ങളെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളെല്ലാം തുറന്നു പറയൂ. ഒറ്റ വാക്കുകൊണ്ട് നിങ്ങളുടെ എല്ലാ നാടകവും നിൽക്കുമെന്നായിരുന്നു ബാലയുടെ കുറിപ്പ്. പണത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. കോടതിയിൽ കേസുമായി പോകുമ്പോൾ അപ്പോൾ ഞാൻ പറയാം പണത്തിന് വേണ്ടി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. പാലാരിവട്ടം ഫ്ലാറ്റിൻ്റെ കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പാലാരിവട്ടം ഫ്ലാറ്റ് എത്ര പെണ്ണുങ്ങൾക്ക് കൊടുക്കുമെന്നാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? ഞാൻ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവിടെ വേറൊരു പെണ്ണ് ജീവിച്ചിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മറ്റൊരു റിലേഷൻ കണ്ടപ്പോൾ പുള്ളിക്കാരി അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞു പോവുകയും ചെയ്തു. ആശുപത്രിയിലായിരുന്ന സമയത്ത് അവരുമായി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. എലിസബത്തിൻ്റെ ലിവർ ഞാൻ സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിച്ചാൽ ഭാര്യയായി എടുക്കുന്നതിന് തുല്യമായിരിക്കും. അവളുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാത്തത് നിനക്ക് വേണ്ടിയിട്ടാണ്. ആശുപത്രിയിൽ നിന്നും ഞാൻ ഡിസ്ചാർജ് ആയി വരുമ്പോൾ എൻ്റെ ഫ്ലാറ്റ് തുറന്ന് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണ് അവരോട് പറഞ്ഞത്. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞത് ഞാനൊരു നുണ പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A+ ആണെന്ന് ഞാൻ പറഞ്ഞത് ചേട്ടൻ എന്നോട് ഇഷ്ടം തോന്നാനായിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O+ ആണെന്നായിരുന്നു മറുപടി. ആ മോന് ഞാൻ ഫ്ലാറ്റ് എഴുതി കൊടുക്കും എന്നൊക്കെ അവരോട് പറയുമായിരുന്നു. കുട്ടിക്കാലം തൊട്ട ഫ്ലാറ്റിലല്ലേ അവൻ കളിച്ചു വളർന്നത്, അതുകൊണ്ട് അവന് ഫ്ലാറ്റ് കൊടുക്കുമെന്നും പറയുമായിരുന്നു. പാലക്കാട് വന്നിരുന്ന വേറൊരു പെണ്ണിനോടും പറയുന്നത് ഞാൻ കേട്ടിരുന്നു. നീ ഇവിടുത്തെ മുതലാളിച്ചിയല്ലേ, ഇപ്പോൾ നീ വേണ്ടേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ? മറ്റുള്ളവരൊക്കെ നിന്നെ മാഡം എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു മോഹം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു. ഈ ഫ്ലാറ്റ് കൊടുക്കുമെന്ന് അങ്ങനെ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ 2 കേസുകൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എനിക്കെല്ലാം നല്ലപോലെ ഓർമ്മയുണ്ട്. പിന്നെ ആരെയാണ് റേപ്പ് ചെയ്തതെന്ന് എന്നോടാണ് ചോദിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ കോടതിയിൽ പോയി ചോദിക്കണം. ഞാനുമായി ബന്ധപ്പെട്ട സത്യം വെളിപ്പെടുത്തുമെന്നും പറയുന്നുണ്ടല്ലോ. സത്യമല്ലേ, അല്ലാതെ നുണയൊന്നുമല്ലല്ലോ വെളിപ്പെടുത്തുന്നത്. അതിലെനിക്ക് യാതൊരു പേടിയുമില്ലെന്നും എലിസബത്ത് പറഞ്ഞു.